إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال عز وجل للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പോരായ്മകളും കുറവുകളും തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് ഐശ്വര്യവും ക്ഷേമവും സന്തോഷവും സമാധാനവും ഇരുലോകത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ അല്ലാഹു അവരുടെ എല്ലാം ബർസഖിയായ ജീവിതം ഏറ്റവും നന്നാക്കി തീർക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു ഹിജ്റ വർഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് കനിഞ്ഞരുളുകയുണ്ടായി. ഹിജ്റ വർഷത്തിലെ ഏറ്റവും ആദ്യത്തെ മാസമായി കണക്കാക്കപ്പെടുന്ന അല്ലാഹുവിന്റെ മാസമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഹറം മാസത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. ഈ ഒരു മാസത്തിൽ വിശ്വാസി സമൂഹം ഏറ്റവും കൂടുതൽ അനുസ്മരിക്കാറുള്ളത്, അയവിറക്കാറുള്ളത്, ഓർക്കാറുള്ളത് പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും
അവിടുത്തെ അനുയായികളുടെയും പലായനത്തിന്റെ ചരിത്രമാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവർ നടത്തിയ ഹിജ്റയെ അതുൾക്കൊള്ളുന്ന പാഠങ്ങൾ വിശ്വാസ സമൂഹം അനുസ്മരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഉള്ളത്. ഹിജ്റ നൽകുന്ന അനേകം പാഠങ്ങളിൽ ഒരിക്കലും നാം വിസ്മരിക്കാൻ പാടില്ലാത്ത, ഒരർത്ഥത്തിലും നാം അവഗണിച്ചുകൂടാത്ത, ഏറെ പ്രാധാന്യതയുള്ള ഒരു പാഠമാണ് ആ ഹിജ്റ സാധ്യമാക്കിയ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും അവർക്കിടയിലുള്ള സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അനുകമ്പയുടെയും പരസ്പര ആദരവിന്റെയും അംഗീകരിക്കുന്നതിന്റെയൊക്കെ പാഠങ്ങൾ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിവിധ ഭാഗങ്ങളിൽ മുഹാജിറുകളെയും അൻസാറുകളെയും ഇരു കൂട്ടരെയും വലിയ അർത്ഥത്തിൽ പ്രശംസിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഹശ്റിൽ ഈ രണ്ട് വിഭാഗത്തെയും അല്ലാഹു വളരെ മനോഹരമായി നമുക്ക് വിവരിച്ചു നൽകുന്നതായി കാണാം. ലിൽഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം. അല്ലാഹു ആദ്യമായി മുഹാജിറുകൾ ആരാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ആ സഹാബാക്കൾ, ആ മഹാത്മാക്കൾ അവരാരാണ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തി നൽകുകയാണ്. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം. വിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. തങ്ങളുടെ സ്വഭവനങ്ങളിൽ നിന്നും കച്ചവടങ്ങളിൽ നിന്നും സാമ്പത്തിക വ്യവസ്ഥകളിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ, അതല്ലെങ്കിൽ പുറത്തുപോകാൻ നിർബന്ധിതരായവർ, പുറന്തള്ളപ്പെട്ടവർ, ഭവനങ്ങളുണ്ടായിട്ടും ഭവനരഹിതരായി മാറേണ്ടി വന്നവർ, കുടുംബാംഗങ്ങളുണ്ടായിരുന്നിട്ടും ഏകാന്തതയിലേക്ക് തള്ളി നീക്കപ്പെട്ടവർ, സമ്പത്തുണ്ടായിരുന്നിട്ടും കച്ചവടമുണ്ടായിട്ടും ദാരിദ്ര്യം രുചിക്കേണ്ടി വന്നവർ, അവരുടെ ഭവനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടത് ഏതെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ കാരണമല്ല, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ അതേതെങ്കിലും നഷ്ടം വന്നതുകൊണ്ട് അവരടച്ചുപൂട്ടിയതല്ല. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന. അവർ അവരുടെ ഭവനങ്ങൾ അല്ലാഹുവിന് വേണ്ടിയാണ് കൈയൊഴിഞ്ഞത്. അല്ലാഹുവിന്റെ റഹ്മത്തും കാരുണ്യവും അല്ലാഹുവിന്റെ പരിഗണനയും സ്നേഹവും തൃപ്തിയും റിദയും അതൊന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം തങ്ങളുടെ ഭവനങ്ങൾ കൈയൊഴിഞ്ഞ ആളുകൾ, തങ്ങളുടെ നാട് കൈയൊഴിയാൻ തയ്യാറായ ആളുകൾ, തങ്ങളുടെ കുടുംബാംഗങ്ങളെ കൈയൊഴിയാൻ നിർബന്ധിതരായവർ, അവരുടെ പേരും പ്രശസ്തിയും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. ഒരു മനുഷ്യായുസ്സിൽ മനുഷ്യൻ നേടിയെടുക്കുന്നതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോകേണ്ടി വന്ന ആളുകൾ, സമ്പത്ത്, കുടുംബം, പേര്, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ ഈ ജീവിതത്തിൽ നേടിയെടുക്കുന്ന ഭൗതികമായ കാര്യങ്ങൾ. ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് വിട്ടെറിഞ്ഞുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടിവരാണ് സഹാബാക്കൾ. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം മുഹാജിറുകളുടെ ഒരു പ്രതീകമാണ്. ഓരോ മുഹാജിറായ സഹാബിയും അനുഭവിച്ച വേദനയുടെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സത്യത്തിൽ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. നമുക്കറിയാം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഏറ്റവും സമ്പന്ന കുടുംബത്തിൽ ജീവിച്ച ഒരു യുവാവായിരുന്നു. ഏറെ സുന്ദരനായിരുന്നു, പ്രശസ്തിയുണ്ട്, പണമുണ്ട്, സമ്പത്തുണ്ട്, ഏറെ ഉന്നത ശ്രേണിയിൽപ്പെട്ട ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അന്നത്തെ ഒരു വ്യവസ്ഥ വെച്ച് നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യന് കൊതിക്കുന്നതെല്ലാം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന യുവതികളും തരുണീമണികളും മുസ്അബ് ഇബ്നു ഉമൈറിനെ ലഭിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിന് മത്സരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഒരു വഴിയിലൂടെ നടന്നുപോയിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകളോളം അതിലൂടെ മുസ്അബ് ഇബ്നു ഉമൈർ നടന്നുപോയിട്ടുണ്ട് എന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമാറ് അദ്ദേഹത്തിന്റെ വിലപിടിപ്പുള്ള ആ സുഗന്ധദ്രവ്യത്തിന്റെ പരിമളം ആ പ്രദേശത്താകെ വീശുമായിരുന്നു. അത്രമാത്രം സമ്പന്നമായ ഒരു ജീവിതം നയിച്ച മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ നുബുവത്ത് ലഭിച്ചപ്പോൾ, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നുള്ള ദിവ്യ സന്ദേശം അദ്ദേഹം കേൾക്കാൻ തയ്യാറായപ്പോൾ, അത് കേൾക്കാൻ ഇടവന്നപ്പോൾ, ആ പ്രകാശം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ കീഴടക്കിയപ്പോൾ അദ്ദേഹം ഈ ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരുന്ന സകല രസങ്ങളും അദ്ദേഹത്തിന് മുന്നിൽ നിഷ്പ്രഭമായിട്ട് പോവാണ്. അതെല്ലാം വിലയില്ലാത്തതായിട്ട് അദ്ദേഹത്തിന് മാറുകയാണ്. പിന്നീട് ഉഹുദിന്റെ രണാങ്കലത്തിൽ ഷഹീദാക്കപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് നോക്കി അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്.
കാരണം അദ്ദേഹത്തെ അന്ന് മറമാടുമ്പോൾ മുഖം മൂടുമ്പോൾ അദ്ദേഹത്തിന്റെ കാല് വെളിവാകുമായിരുന്നു, കാല് മൂടുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വെളിവാകുമായിരുന്നു. അത്രമാത്രം അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് ആ ശരീരം പൂർണ്ണമായിട്ട് മൂടാൻ പാകത്തിലുള്ള ഒരു വസ്ത്രം പോലും സ്വന്തമാക്കാതെയാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങേണ്ടി വന്നത്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു നമുക്കൊക്കെ ഏറെ സുപരിചിതനാണ്. ഒരുപക്ഷെ നാം അദ്ദേഹത്തിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടായിരിക്കാം. ചെറുപ്രായത്തിൽ തന്നെ മക്കയിലേക്ക് വന്ന് തന്റെ സാമർത്ഥ്യം കൊണ്ട് വലിയൊരു സാമ്രാജ്യം മക്കയിൽ കെട്ടിപ്പടുത്ത സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു വലിയൊരു കച്ചവടക്കാരൻ, കോടീശ്വരനായിരുന്നു അദ്ദേഹം മക്കയിൽ അദ്ദേഹം സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും വിട്ടേച്ചു പോകണമെന്നതായിരുന്നു അദ്ദേഹം മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ മക്കക്കാർ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച ഒരു കണ്ടീഷൻ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രം മദീനയിലേക്ക് പോവാൻ ഞങ്ങൾ സമ്മതിക്കാം. അദ്ദേഹം വളരെ നിസ്സാരമായി അദ്ദേഹം ജീവിതകാലം മുഴുവൻ സ്വരൂപിച്ചു കൂട്ടിയ മുഴുവൻ സമ്പാദ്യവും അവരുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊണ്ട് അദ്ദേഹം മദീനയിലേക്ക് യാത്രയാവുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സ്വീകരിച്ചത് ഇങ്ങനെ ആശീർവദിച്ചുകൊണ്ടായിരുന്നു: റബിഹൽ ബൈഉ യാ അബാ യഹ്യ, റബിഹൽ ബൈഉ യാ അബാ യഹ്യ, ഓ അബൂ യഹ്യ, എത്ര ലാഭകരമായ കച്ചവടത്തിലാണ് അങ്ങ് ഏർപ്പെട്ടിരിക്കുന്നത്, എത്രമാത്രം ലാഭകരമായ കച്ചവടത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് അങ്ങ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. കാരണം അങ്ങയുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരു വാക്യം അവതരിച്ചിരിക്കുന്നു: വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ബിതിഗാഅ മർദാത്തില്ലാ, അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച്, അല്ലാഹുവിന്റെ റിള പ്രതീക്ഷിച്ച്, അല്ലാഹുവിന്റെ ആ പരിഗണന ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തത്തെ വിൽക്കാൻ തയ്യാറാകുന്ന ആളുകൾ, സ്വന്തമായതെല്ലാം നൽകാൻ തയ്യാറാകുന്ന ആളുകൾ എന്ന ആ ഖുർആൻ വാക്യം ഇദ്ദേഹത്തെ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് അവതരിച്ച ആയത്താണ്. പറഞ്ഞു വന്നത് ഈ രൂപത്തിൽ സ്വന്തമാക്കിയതെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിന് വേണ്ടി പടച്ചവനെ പ്രീതി ആഗ്രഹിച്ച് നൽകാൻ തയ്യാറായ ഒരു പറ്റം മനുഷ്യരുടെ ചരിത്രമാണ് മുഹാജിറുകളിലൂടെ ഹിജ്റയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അവരെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകാൻ തയ്യാറായി. വയൻസുറൂന അല്ലാഹ വറസൂല, അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും സഹായികളാണ് എന്നുള്ളതാണ്. ഏറെ ശ്രദ്ധേയമായ കാര്യം സൂറത്തുൽ ഹശ്റിലെ ഈ ആയത്ത് സത്യത്തിൽ അതിന്റെ ഒരു അവതരണ പശ്ചാത്തലം അത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ സഹായികൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരുപാട് സമ്പത്ത് അതിനുവേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഒരുപാട് യുദ്ധക്കോപ്പുകൾ അവിടെ അവർക്ക് വേണ്ടി ദാനമായി മുസ്ലിം സൈന്യത്തിന് ദാനമായി നൽകുന്ന ആളുകളൊക്കെയാണ്. മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങേറ്റം ദരിദ്രരായിരുന്നു. പക്ഷെ എന്നിട്ടുകൂടി വിശുദ്ധ ഖുർആൻ പറഞ്ഞു വയൻസുറൂന അല്ലാഹ വറസൂല, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഏറ്റവും വലിയ സഹായികൾ, ദീനിന് ഏറ്റവും വലിയ നുസ്രത്ത് നൽകുന്ന, ദീനിന് ഏറ്റവും വലിയ സഹായം നൽകുന്ന ആളുകൾ ഈ മുഹാജിറുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അഥവാ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഒരു പാഠാണത്. ഭൗതികമായ ഉപാധികളുടെയും ഉപകരണങ്ങളുടെയും ആധിക്യമല്ല ദീനിന്റെ നുസ്രത്തിന് ഒരാളെ, ഒരു സംഘത്തെ, ഒരു സമൂഹത്തെ അർഹമാക്കി മാറ്റുന്നത്. അതിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തും ത്യജിക്കാനുള്ള ഒരു മനസ്സ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തും നൽകാനുള്ള ഒരു വിശാല മനസ്കത, അത് കൈവരിക്കുമ്പോഴാണ് ഒരു സമൂഹം അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരായിട്ട് മാറുന്നത്. വയൻസുറൂന അല്ലാഹ വറസൂല ഉലൈക ഹുമുസ് സാദിഖൂൻ. തൊട്ടുടനെയുള്ള ആയത്തിൽ അള്ളാഹു ആരാണ് അൻസാറുകൾ എന്ന് അള്ളാഹു നമുക്ക് വിവരിച്ചു നൽകാണ്. എല്ലാം നൽകാൻ അള്ളാഹുവിന്റെ മാർഗത്തിലെല്ലാം കൈയൊഴിയാൻ തയ്യാറായവരാണ് മുഹാജിറുകളെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം സമർപ്പിക്കാനും നൽകാനും തയ്യാറായവരാണ് അൻസാറുകൾ. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, അവരെ വിശേഷിപ്പിച്ചു തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, മുഹാജിറുകൾ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവർക്ക് വേണ്ടി തങ്ങളുടെ ഭവനങ്ങളും ഈമാനും അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച ആളുകൾ. അല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റക്ക് മുന്നിൽ യസ്രിബിൽ കാലുകുത്തിയിട്ടില്ല. പ്രവാചകൻ ഒരു പതിറ്റാണ്ടിലധികം മക്കയിലാണ് പരിശ്രമിച്ചത്. കഠിനമായ പരിശ്രമം, പല രീതിയിലുള്ള പീഡനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. പക്ഷേ വലിയൊരു പുരോഗതി അവിടെ പ്രവാചകന് കാണാൻ കഴിയുന്നില്ല. വിശുദ്ധ ഖുർആനിൽ 3-2 ഭാഗവും അവിടെ അവതരിച്ചു. എന്നിട്ടും അവിടെയുള്ള ആളുകൾ പ്രവാചകനെ പ്രയാസപ്പെടുത്തുന്നത്, പ്രവാചകന്റെ അനുചരന്മാർക്കെതിരെയുള്ള കൊടിയ പീഡനം അധികരിപ്പിച്ചു എന്നതല്ലാതെ അവിടെ കാര്യമായ മാറ്റം കാണുന്നില്ല. പ്രവാചകൻ വലിയ പ്രതീക്ഷയോടുകൂടി തായിഫിലേക്ക് യാത്രയാകുന്നു. അതിനേക്കാൾ ഹീനമായ രൂപത്തിലാണ് തായിഫിലുള്ള ആളുകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേറ്റത്. എന്നാൽ യസ്രിബിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തിട്ടില്ല. അതിനു മുന്നേ തന്നെ യസ്രിബിലുള്ള ആളുകൾ മക്കയിലേക്ക് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കാണ്. അടുത്ത വർഷം, പിറ്റേ വർഷം കുറച്ചുകൂടി അധികം ആളുകൾ അവർ വരികയാണ്. എന്നിട്ട് റസൂലിന് വാക്കുകൊടുക്കാണ്, ഞങ്ങൾ അങ്ങയെ ഏറ്റെടുക്കാം, ഞങ്ങൾ അങ്ങയെ സംരക്ഷിക്കാം, ഞങ്ങളുടെ നാട്ടിലേക്ക് അങ്ങ് പോരണം.
അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തുമ്പോഴേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും വർഷക്കാലം അഭിമുഖീകരിച്ചിട്ടില്ലാത്ത, ആസ്വദിച്ചിട്ടില്ലാത്ത ആർത്ഥത്തിലുള്ള ഒരു വരവേൽപ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അനുഭവിക്കുകയാണ്. അതുവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രുചിച്ചിട്ടില്ലാത്ത ആദരവും ബഹുമാനവും സ്നേഹവും മദീനയുടെ മണ്ണിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളിലൂടെ അനുഭവിച്ചു, രുചിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടിയകറ്റാനായിരുന്നു മക്കക്കാർ ശ്രമിച്ചതെങ്കിൽ പ്രവാചകന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിക്കാൻ മത്സരിക്കുന്ന അൻസാരികളായ സഹാബാക്കളാണ് നമുക്ക് കാണാൻ കഴിയുക. എന്റെ ഭവനത്തിലേക്ക് വരണം, എന്റെ വീട്ടിൽ നിൽക്കണമെന്ന് ഓരോ സഹാബിയും ആഗ്രഹിച്ചു. അവസാനം അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഭവനത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത്. പ്രവാചകനെ താമസിപ്പിക്കുന്നതിൽ മാത്രമല്ല അവരാർത്ഥത്തിലുള്ള ആവേശം കാണിച്ചത്, മുഹാജിറുകളെ മുഴുവൻ വരവേൽക്കാൻ, അവരെ മുഴുവൻ താമസിപ്പിക്കാൻ, അവർക്ക് നൽകാൻ പറ്റുന്നതെല്ലാം പകുത്തു നൽകാൻ തയ്യാറായ അത്രമാത്രം വിശാല ഹൃദയത്തിന്റെ ഉടമകളായിരുന്നു അൻസാറുകളായ സഹാബികൾ. അൻസാരികളായ സഹാബികൾ നമുക്ക് കാണാം, അവർ അവരുടെ ഭവനങ്ങൾ പകുത്തു നൽകി, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ പകുത്തു നൽകാൻ തയ്യാറായി, തങ്ങളുടെ തോട്ടങ്ങൾ പകുത്തു നൽകി, കൃഷിയിടങ്ങൾ പകുത്തു നൽകി. അതിനപ്പുറത്തേക്ക് കുടുംബങ്ങളെപ്പോലും വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് പകുത്തു നൽകാം എന്നുവരെ പറയുമാറ് അവിടെ സാഹോദര്യം അത്രമാത്രം വിസ്തീർണമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഹൃദയവിശാലത കാണിച്ച അൻസാറുകൾ അള്ളാഹു അവരെ പറ്റി പറഞ്ഞത് അല്ലദീന തബവ്വഉ ഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, അവരെ സ്വീകരിക്കാൻ ആ അർത്ഥത്തിൽ തങ്ങളുടെ ഭവനങ്ങളെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആളുകൾ. നമ്മളിവിടെ ആലോചിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും സമ്പത്തുമായിട്ടല്ല മദീനയിലേക്ക് വരുന്നത്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഭൗതികമായൊരു നേട്ടവും അൻസാരികൾക്ക് ഈ മുഹാജിറുകളിൽ നിന്ന് ലഭിക്കാനില്ല. വെറും കൈയോടെ വരുന്ന ആളുകൾ, അവർക്ക് ഭക്ഷണമില്ല, അവരുടെ അടുക്കൽ വസ്ത്രമില്ല, ഒന്നുമില്ലാതെ വരുന്ന ആളുകൾ, ആ ആളുകളെ സ്വീകരിക്കാനാണ് ഇവരെ തയ്യാറായത്. അൻസാരികളുടെ ഭാഗത്ത് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അവരൊരിക്കലും സമ്പന്നരായിരുന്നില്ല, അവർ സാധാരണക്കാരായിരുന്നു. അവരുടെ സമ്പന്നത മുഴുവൻ അവരുടെ ഹൃദയത്തിലായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അവരൊരിക്കലും ഭൗതികമായി ഒരുപാട് സമ്പത്ത് ഉടമപ്പെടുത്തി വെച്ചിരിക്കുന്ന ആളുകളായിരുന്നില്ല മദീനയിലുള്ള അൻസാരികളായ സഹാബാക്കൾ. എന്നിട്ടുകൂടി അവരിവരെ വരവേൽക്കാൻ, അവരുടെ ഭാരം ഏറ്റെടുക്കാൻ അവർ തയ്യാറാകാണ്. നമുക്കറിയാം, ഇന്ന് ലോകം വലിയൊരു പ്രതിസന്ധിയായി കാണിക്കുന്ന ഒരു കാര്യമാണ് അഭയാർത്ഥി പ്രശ്നം എന്നുള്ളത്. ആളുകൾ അഭയാർത്ഥികളായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമി തകർന്നു പോകും, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ തകർന്നു പോകും. അതുകൊണ്ട് തന്നെ അവരെ മുക്കിക്കൊല്ലാൻ വിട്ടേക്കുക എന്ന അർത്ഥത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ഹിജറയുടെ പാഠങ്ങൾ വായിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. സ്വന്തമായിട്ട് തന്നെ വലിയ പ്രയാസത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രൂപത്തിൽ മറ്റുള്ളവരുടെ മക്കക്കാരായ നൂറുകണക്കിന് സഹാബാക്കളുടെ സാമ്പത്തിക ഉത്തരവാദിത്തം കൂടി അൻസാരികളായ സഹാബാക്കൾ അവരുടെ ചുമലിൽ ഏൽക്കുന്നത്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ അത് ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, അന്നത്തെ ഏറ്റവും വലിയ ശക്തികളായിരുന്ന മക്കക്കാരുടെ ശത്രുത കൂടി അവർ സത്യത്തിൽ ഏറ്റുവാങ്ങാണ്. അങ്ങനെ ഏറ്റുവാങ്ങി എന്നതും മാത്രമല്ല, ഏതാനും മാസങ്ങൾക്കകം യുദ്ധത്തിന് വേണ്ടി തയ്യാറാകാനുള്ള ഉത്തരവാണ് അൻസാരികളായ സഹാബാക്കളെ വരവേൽക്കുന്നത്. അവർ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വസ്ഥമായി അവരുടെ കൃഷിയും കച്ചവടമൊക്കെ നോക്കി അവിടെ ജീവിച്ചാൽ മതിയായിരുന്നില്ലേ? എന്നിട്ടുകൂടി മുനാഫിഖുകൾ ആ ചോദ്യം അവരോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്ര വലിയ ഒരു തലവേദന നാം ഏറ്റെടുക്കുന്നത്, എന്തിനാണ് ഈ ഒരു റിസ്ക് നാം ഏറ്റെടുക്കുന്നത് എന്ന് കപടവിശ്വാസികൾ അവിടെ വെച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ അൻസാരികളായ സഹാബാക്കളുടെ ഹൃദയം അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. കാരണം ബദറിന് മുന്നോടിയായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്മാരോട്, സഹാബാക്കളോട് അഭിപ്രായം ആരായുന്നുണ്ട്. ബദറിലേക്ക് പോകുന്നതിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് റസൂൽ. പക്ഷേ മുഹാജിറുകളായ സഹാബാക്കൾ മറുപടി പറയുന്നുണ്ട്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുകൂടി ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ കൂട്ടത്തിലുണ്ടായിരുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, അൻസാരികളിൽ പ്രധാനിയായിരുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് കാര്യം പിടികിട്ടി. അൻസാരികളുടെ പ്രതികരണത്തിന് വേണ്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഞങ്ങൾ റസൂലിന് കൊടുത്ത ഉറപ്പ് അത് മദീനയിൽ അങ്ങേ സംരക്ഷിക്കും എന്നുള്ളതാണ്. മദീനക്ക് പുറത്തുപോയി കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാകുമോ ഇല്ലേ എന്ന് ഉറപ്പിക്കാനായിരിക്കണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അൻസാരികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്ന വാക്കുകൾ, യാ റസൂലല്ലാഹ് ലഖദ് ആമന്നാ ബിക വസദ്ദഖനാക, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങൾ അങ്ങയെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. വശഹീദനാ അന്നമാ ജിഅത ബിഹി ഹുവൽ ഹഖ്, അങ്ങ് എന്തുമായിട്ടാണ് വന്നിരിക്കുന്നത് സത്യമാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കെ, വഅതൈനാക അലാ ദാലിക ഖുഹൂദനാ വമവാതീഖനാ അലാ സമഇ വത്വാഅ, അങ്ങ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കുമെന്ന വാഗ്ദാനം എന്ന വാക്ക് അങ്ങേക്ക് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഫംദി യാ റസൂലല്ലാഹി ലിമാ അറത, അതുകൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് എവിടേക്കാണോ അവിടേക്ക് അങ്ങ് പോവുക പ്രവാചകരെ. ഫവല്ലദീ ബഅസക ബിൽ ഹഖ് ലൗ ഇസ്തഅറദത ഹാദൽ ബഹ്റ, അങ്ങ് ഒരു സമുദ്രത്തിലേക്കാണ് ഞങ്ങളെയും കൊണ്ട് പ്രവേശിക്കുന്നതെങ്കിൽ തീർച്ചയായും മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദുൻ, ഒരാളൊഴിയാതെ ഞങ്ങളെല്ലാവരും അങ്ങയെ പിന്തുടരുന്നതാണ് എന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അൻസാരികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയാണ്. ശേഷം അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊരിക്കലും മൂസ അലൈഹിസ്സലാമിന്റെ സമുദായം അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ
പറഞ്ഞതുപോലെ ഇസ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, അങ്ങും അങ്ങയുടെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങയോട് പറയുകയില്ല, ഞങ്ങൾ പറയുക ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകുമാ മുഖാതിലൂൻ, അങ്ങും അങ്ങയുടെ റബ്ബും യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുക, തീർച്ചയായും ഞങ്ങളും അങ്ങയുടെ കൂടെ തന്നെയുണ്ട് എന്നതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് അദ്ദേഹം വ്യക്തമാക്കാണ്. ഇതിന്റെ ആഴം കുറച്ചുകൂടി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ സൂറത്തുൽ ഹശ്റിന്റെ ഈ ആയത്ത് അവതരിച്ചതിലുള്ള പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു, കുറച്ച് മാസങ്ങൾക്കകം അവർ യുദ്ധത്തിന് പോയി. യുദ്ധത്തിന് സ്വാഭാവികമായിട്ട് ഏറ്റവും വലിയ സാമ്പത്തിക ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നത് ആരാണ്? അൻസാറുകൾ തന്നെയാണ്. കാരണം അവരുടെ അടുക്കലായിരുന്നു സമ്പത്തുണ്ടായിരുന്നത്. യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ജീവനഷ്ടം സംഭവിച്ചത് ആർക്കാണ്? ബദറിലും ഉഹദിലും നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ സഹാബാക്കൾ ഷഹാദ് വരിച്ചത് അൻസാറുകളിൽപ്പെട്ട സഹാബാക്കളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നിരിക്കെ തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് അവതരിക്കുന്നത്. കുറച്ചു കാലം കഴിഞ്ഞു, സാമ്പത്തിക പ്രയാസമൊക്കെ നീങ്ങുന്ന ഒരു ഘട്ടം, ഹിജറ 4-ാം വർഷം ബനു നദീർ ഗോത്രം അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ നീചമായ ചില ചെയ്തികൾ കാരണം മദീനയിൽ നിന്ന് നാടുകടത്താണ്. മദീനയിൽ നിന്ന് നാടുകടത്തപ്പെട്ടപ്പോൾ വലിയൊരു സമ്പത്ത് ഇസ്ലാമിക സമൂഹത്തിലേക്ക് അവരുടെ ഖജനാവിലേക്ക് വരികയാണ്. അപ്പോൾ പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെടായിരുന്നല്ലോ, മദീനയിൽ മുഹാജിറുകളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ സാമ്പത്തിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആർത്ഥത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രയാസത്തിലൂടെയാണ് അൻസാരികളായ സഹാബാക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അൻസാരികളായ സഹാബാക്കളുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കണം. കുറെ വലിയ സമ്പത്ത് വന്നപ്പോ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കേണ്ടതായിരുന്നു, അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് ലഭിക്കണം എന്ന് അവർ ആഗ്രഹിക്കേണ്ടതായിരുന്നു. കാരണം ഇത്രയും കാലം ഞങ്ങൾ ഈ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചത് മുസ്ലിമീങ്ങളായ മുഹാജിറുകളായ ആളുകളെ ഏറ്റെടുത്തത് കൊണ്ടാണല്ലോ. പക്ഷേ നമുക്ക് ചരിത്രത്തിൽ നോക്കിയാൽ കാണാം എന്നല്ല, സൂറത്തുൽ ഹശ്റിലെ ഈ ആയത്ത് പരിശോധിച്ചാൽ തന്നെ ബനു നദീർ ഗോത്രത്തിന്റെ ആ സമ്പത്ത് അത് അള്ളാഹു ആദ്യം മുൻഗണന കൊടുത്തത് മുഹാജിറുകൾക്കായിരുന്നു. അത് നൽകാൻ അള്ളാഹു ആദ്യം കൽപ്പിച്ചത് മുഹാജിറുകൾക്കാണ്. അതിനുശേഷം മാത്രമാണ് അൻസാറുകളെ പറ്റി പ്രതിപാദിച്ചത്. ഈ അർത്ഥത്തിൽ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ സമ്പത്ത് കൈവശപ്പെടുത്തിയത് അല്ലെങ്കിൽ പ്രവാചകൻ അത് പകുത്തു നൽകിയത് മുഹാജിറുകൾക്കായിരുന്നു എന്ന് കാണാൻ കഴിയും. കാരണം അവർക്ക് സ്ഥലമില്ല, അവർക്ക് കൃഷിയിടങ്ങളില്ല, അവർക്ക് ഭവനങ്ങളില്ല. അതുകൊണ്ട് തന്നെ ബനു നദീർ ഗോത്രത്തിന്റെ നിരവധി തോട്ടങ്ങൾ, അവരുടെ കൃഷിയിടങ്ങൾ, അവരിലൂടെ ലഭിച്ച ഭവനം, അവരുടെ യുദ്ധസാമഗ്രികൾ, ഇത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്ത് മുഹാജിറുകൾക്കിടയിലായിരുന്നു. അൻസാറുകളിൽപ്പെട്ട പാവപ്പെട്ട ഏതാനും ചില കുടുംബങ്ങൾക്ക് മാത്രമാണ് അതിൽ നിന്ന് ഓഹരി ലഭിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ചരിത്രം വായിക്കുമ്പോൾ, ഈ ഖുർആനിക ആയത്തുകൾ വായിക്കുമ്പോൾ, അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു പൊറുതിക്കേട്, ഒരു പ്രയാസം തോന്നും. എങ്കിലും അത് ശരിയാണോ? കാരണം അൻസാറുകൾ ഇത്രയും സഹിച്ചിട്ട് അവർക്കല്ലായിരുന്നോ അവിടെ മുൻഗണന നൽകേണ്ടിയിരുന്നത് എന്ന് നാം ചിലപ്പോൾ നമ്മുടെ സങ്കുചിതമായ മനസ്സുകൊണ്ട് ചിന്തിച്ചേക്കാം. എന്നാൽ അതേ ആയത്തിൽ അള്ളാഹു പറയാണ്, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവര് നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ആളുകളല്ല, അവരങ്ങനെ ആലോചിച്ചിട്ടില്ല. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിപ്പോഴും അവരിലേക്ക് പലായനം ചെയ്തു വന്ന ആ സഹോദരങ്ങളെ യുഹിബ്ബൂൻ, അവർ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ ഒരർത്ഥത്തിലുള്ള പൊറുതികേടോ പ്രയാസമോ അത് കാരണം അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരവരുടെ ഭവനങ്ങളുടെ വാതിലുകൾ തുറന്നു വെക്കുന്നതിന് മുമ്പേ ഈ സഹോദരങ്ങൾക്ക് മുന്നിൽ അവരുടെ ഹൃദയങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. പിന്നീട് അഹ്സാബ് യുദ്ധം സംഭവിക്കുന്നുണ്ട്, ഖൈബർ മുസ്ലിമുകളെ കീഴിലേക്ക് വരുന്നുണ്ട്. അതിലൂടെ വലിയ സമ്പത്ത്, അതുവരെ ലഭിച്ചിട്ടില്ലാത്തത്ര വലിയ സമ്പത്ത് മുസ്ലിമുകളുടെ കൈകളിലേക്ക് വരുന്നുണ്ട്. പല മുഹാജിറുകളായ സഹാബാക്കളും അൻസാരികളെക്കാൾ വലിയ സമ്പന്നരായിട്ട് മാറുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവിടെ നമുക്ക് തോന്നും, അവിടെ ഒരു നീതികേടില്ലേ, അവിടെ എന്തുകൊണ്ട് അൻസാരികൾക്ക് അതൊന്നും ലഭിക്കുന്നില്ല? തീർച്ചയായും ലഭിക്കുന്നുണ്ട്. പക്ഷേ മുഹാജിറുകളിൽ പല കാരണങ്ങൾ കൊണ്ട് അവർ അതിസമ്പന്നരായിട്ട് മാറാണ്. അള്ളാഹു ആ ആയത്തിൽ തന്നെ തുടർന്ന് വിവരിക്കുന്നു, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അല്ല അൻസാരികൾ, അവരുടെ ഹൃദയം നാം ചിന്തിക്കുന്ന പോലെ ഹൃദയങ്ങൾ കൊണ്ടല്ല അവർ ചിന്തിക്കുന്നത്. ലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, ആ മുഹാജിറുകൾക്ക് ലഭിച്ച ആ അനുഗ്രഹങ്ങൾ, ആ സമ്പത്ത്, അത് കണ്ടിട്ട്, അത് ഓർത്തിട്ട് ചെറിയ രൂപത്തിലുള്ള അസ്വസ്ഥത പോലും അവരുടെ സുദൂർ, അവരുടെ ഹൃദയങ്ങളിൽ അവർ അനുഭവപ്പെട്ടിട്ടില്ല, അവർക്ക് അനുഭവിച്ചിട്ടില്ല. അവർ അങ്ങനെ ഒരു തോന്നൽ പോലും, അതിന്റെ ഒരു ലാഞ്ചന പോലും അവരുടെ മനസ്സിൽ വന്നിട്ടില്ല. ലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ, ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം എന്നാണ് അർത്ഥം. അത് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കും ചില ആവശ്യങ്ങൾക്ക് അതിലൂടെ നിറവേറ്റാമായിരുന്നു എന്നുള്ള ചിന്ത പോലും അൻസാരികളുടെ മനസ്സിൽ വന്നിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു എന്നല്ല,
വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. ഇനിയും നേരത്തെ സഹിച്ചതുപോലുള്ള ത്യാഗങ്ങൾ സഹിക്കാൻ അവർ ഇനിയും സന്നദ്ധരാണ്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. തങ്ങൾ അങ്ങേയറ്റം ആവശ്യക്കാരായിരിക്കെ തന്നെ മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കാൻ, മറ്റുള്ളവർക്ക് സഹായം നൽകാൻ അവരെ പരിഗണിക്കുന്നവരാണ് അൻസാരികൾ. വയുസിറൂന അലാ അൻഫുസിഹിം. അവർ തങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പരിഗണന നൽകുന്നു, അവർ തങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് മുൻഗണന കൽപ്പിക്കുന്നു. വലൗ കാന ബിഹിം ഖസാസ. അവർ പട്ടിണിയിലാണെങ്കിൽ പോലും. ഖസാസ എന്ന് പറഞ്ഞാൽ വിശപ്പ് എന്നതിനപ്പുറത്ത് പട്ടിണി എന്നുള്ള അർത്ഥമാണ്. സാധാരണഗതിയുള്ള വിശപ്പിന് അറബിൽ ജൂഅ് എന്നാണ് പറയാം. ഖസാസ എന്ന് പറഞ്ഞാൽ അതികഠിനമായ പട്ടിണി എന്നുള്ളതാണ്. അപ്പൊ അതികഠിനമായ പട്ടിണി മൂലം മരണത്തെ മുഖാമുഖം കാണുമ്പോൾ പോലും ഭക്ഷണം മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ സഹോദരൻ ഭക്ഷിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്ന മനസ്ഥിതിയുള്ള ആളുകളാണ് അൻസാരികൾ എന്ന് അല്ലാഹു പറയാണ്. തങ്ങളുടെ ഭവനത്തിൽ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ പോലും എന്റെ സഹോദരന് ഭവനം ലഭിച്ചിട്ടുണ്ടോ, അവന് താമസിക്കാനുള്ള സൗകര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്ന വിശാല ഹൃദയരുടെ പേരാണ് അൻസാരികൾ എന്ന് അല്ലാഹു നമ്മെ ഉണർത്താൻ. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അത്രമാത്രം നിഷ്കളങ്കമായ, അത്രമാത്രം പളുങ്കുപോലുള്ള ഹൃദയങ്ങളുടെ ഉടമസ്ഥരായിരുന്നു അവർ. വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി. ഈ രൂപത്തിൽ ഹൃദയത്തിന്റെ, മനസ്സിന്റെ ആ സങ്കുചിതത്വത്തിൽ നിന്ന്, ആ ലുബ്ധതയിൽ നിന്ന് ആർക്കാണോ മോചനം സിദ്ധിച്ചിരിക്കുന്നത് ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥ വിജയി എന്ന് അല്ലാഹു പറഞ്ഞു വെക്കണം. അങ്ങനെ ആ മനസ്സിന് വിശാലത കൈവരിക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, മനസ്സിന്റെ ആ സങ്കുചിതത്വത്തിൽ നിന്ന്, ആ ഇടുക്കത്തിൽ നിന്ന്, ആ ലുബ്ധതയിൽ നിന്ന് ഒരാൾക്ക് മോചനം ലഭിച്ചിട്ടില്ലെങ്കിൽ അയാൾക്കൊരിക്കലും അൻസാരികളെ പോലെ വിജയികളായിട്ട് മാറുക സാധ്യമല്ല. ഈ ഷുഹ്ഹിനെ പറ്റി വിവരിക്കുമ്പോൾ ചില മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, അൻസാരികളുടെ ഹൃദയത്തിൽ ഷുഹ്ഹില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു അതിലൂടെ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം മുഫസ്സിരികൾ വിശദീകരിക്കുകയാണ്. അവരുടെ മനസ്സിൽ ഞങ്ങൾ വലിയ ഔദാര്യം ചെയ്യുകയാണ് എന്നുള്ള ചിന്ത പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, നമ്മുടെ വീട്ടിലേക്ക് അപരിചിതരായ ആളുകളൊന്നുമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾ വന്നാൽ തന്നെയും അത് നമ്മൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ അവർ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ 1-2 ദിവസം. ആ സമയത്ത് അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു സമ്മർദ്ദത്തെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കൂ. ആ സമയത്ത് അത് നമ്മുടെ ഏതൊക്കെ രൂപത്തിലുള്ള നമ്മുടെ സ്വകാര്യതയെ അത് ബാധിക്കുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. ഈ അൻസാരികളെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലത്തേക്ക് വേണ്ടിയാണ് അവർ ഈ രൂപത്തിൽ സ്വീകരിച്ചത്. അവർ ഏതെങ്കിലും ഉപാധി വെച്ചുകൊണ്ടല്ല, ഇത്ര ദിവസം എന്ന് പറഞ്ഞുകൊണ്ടല്ല അവരെ സ്വീകരിക്കാൻ തയ്യാറായത്. എന്നേക്കുമായി അവർ സ്വീകരിക്കാൻ തയ്യാറായി. ഇത്ര ദിവസം എന്ന് പറഞ്ഞില്ല, ഉള്ളതെല്ലാം പകുത്തു നൽകി. ഭക്ഷണമാകട്ടെ, വസ്ത്രമാകട്ടെ, ഭവനമാകട്ടെ. എന്നിട്ട് പോലും അല്ലാഹു പറയാണ് യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. അവരുടെ മനസ്സിൽ അപ്പോഴും ഒരു അസ്വസ്ഥതയില്ല. യുഹിബ്ബുൻ, അപ്പോഴും അവർ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ. ഈ രൂപത്തിൽ തങ്ങളുടെ ഔദാര്യത്തിൽ ജീവിച്ച ആളുകൾ പിന്നീട് അതിസമ്പന്നരായിട്ട് മാറുന്നത് കണ്ടപ്പോഴും അവരുടെ മനസ്സിൽ ഒരു മാറ്റവുമില്ല. അങ്ങനെയുള്ള ഹൃദയത്തെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കുക. അതല്ലേ ഖൽബുൻ സലീം എന്ന് പറഞ്ഞ ആ സലീമായ ഹൃദയത്തെ അത് സാധ്യമാക്കിയ ആളുകളാണ് അൻസാരികൾ എന്നുള്ളതാണ്. ഈ 2 വിഭാഗത്തെയും അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി നൽകിയതിനു ശേഷം മൂന്നാമതായി ഒരു വിഭാഗത്തെ സൂറത്തുൽ ഹശ്ർ അള്ളാഹു പരിചയപ്പെടുത്താണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാനും നിങ്ങളുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ മൂന്നാമത്തെ വിഭാഗമാണ്. വല്ലദീന ജാഊ മിൻ ബാദിഹിം. ഈ ആളുകൾക്ക് ശേഷം വന്നൊരു വിഭാഗം മുഹാജിറുകളായ ആളുകൾ, അവരെല്ലാം അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി. അൻസാരികൾ എല്ലാം അള്ളാഹുവിന് വേണ്ടി സ്വീകരിക്കാനും നൽകാനും ഉൾക്കൊള്ളാനും തയ്യാറായി. മൂന്നാമത്തെ വിഭാഗം വല്ലദീന ജാഊ മിൻ ബാദിഹിം. അവരുടെ സവിശേഷത എന്താണ്? അവരെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്ന ഘടകം എന്താണ് എന്നത് ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ അള്ളാഹു നമുക്ക് വിവരിച്ചു നൽകുകയാണ്. ഈ മൂന്നാമത്തെ വിഭാഗം യഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ. അള്ളാഹു എന്നിൽ നിന്നും നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ചിലപ്പോ മുഹാജിറുകളേതുപോലുള്ള ത്യാഗം അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, അൻസാറുകളുടേതുപോലുള്ള ത്യാഗം അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. വളരെ വളരെ ചെറിയൊരു വിഭാഗത്തിന് മാത്രമേ ചിലപ്പോ ആർത്ഥത്തിലുള്ള പരീക്ഷണങ്ങൾ വരാൻ സാധ്യതയുള്ളൂ. എന്നാൽ നാം എല്ലാം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മിൽ നിന്ന് അള്ളാഹു ആഗ്രഹിക്കുന്ന, നിഷ്കർഷിക്കുന്ന, നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യം യഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ. ഞങ്ങളിൽ ഒരുപാട് പോരായ്മകളുണ്ട് എന്ന് ആദ്യം അംഗീകരിക്കലാണ്. റബ്ബന ഗ്ഫിർ ലനാ. എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടലാണ്. റബ്ബന ഗ്ഫിർ ലനാ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണം. വലി ഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു നൽകണം. സ്വന്തത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്, സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമകളായിട്ട് മാറുക എന്നതാണ് ഈ മൂന്നാമത്തെ വിഭാഗം ചെയ്യേണ്ട ഏറ്റവും വലിയ ത്യാഗമായിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. വലി ഇഖ്വാനിന, എന്റെ പാപമോചനം, എന്റെ പരലോക വിജയം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ വലി ഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണേ
കൊടുക്കണേ. അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ എന്നേക്കാൾ മുൻപന്തിയിലേക്ക് പോയ, എന്നെ മുൻകടന്ന, എന്നെ കടന്നുപോയ, മുന്നേറിയ ആ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് അങ്ങേയറ്റം താഴ്മയോടുകൂടിയുള്ള വർത്തമാനം ഒരു ഖുർആൻ പണ്ഡിതൻ ഈ ആയത്ത് വിവരിക്കുമ്പോൾ പറയുന്നുണ്ട്. ഇവിടെ അല്ലദീന സബഖൂന ബിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ വിശ്വാസികൾ എന്നതിനേക്കാൾ സബഖ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ മുന്നേറുക എന്നുള്ളതാണ്. ഇപ്പൊ സ്വന്തം സഹോദരങ്ങളെ പറ്റി പ്രാർത്ഥിക്കുമ്പോൾ അല്ലദീന സബഖൂന ബിൽ ഈമാൻ, അല്ലാഹുവേ എന്റെ സഹോദരങ്ങളെല്ലാം ഈമാനിന്റെ വിഷയത്തിൽ, വിശ്വാസത്തിന്റെ വിഷയത്തിൽ എന്നേക്കാൾ ഏറെ മുന്നിലാണ് എന്ന ആ താഴ്മയുടെ വർത്തമാനമാണ് ആ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം സഹോദരങ്ങളെ അങ്ങനെ കാണാൻ കഴിയണം. അടിസ്ഥാനപരമായി എല്ലാവരും മോശക്കാരാണ്, ഞാനാണ് പരിപൂർണൻ, ബാക്കിയെല്ലാം അപൂർണമായ ഇസ്ലാമുമായി ജീവിക്കുന്ന ആളുകളാണ് എന്ന ആ സങ്കുചിത മനസ്സോടുകൂടി, അല്പ മനസ്സോടുകൂടി നമ്മൾ കാണാതെ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, എന്റെ സഹോദരങ്ങളെല്ലാം വിശ്വാസത്തിന്റെ കാര്യത്തിൽ എന്നേക്കാൾ ഏറെ മുന്നേറിയവരാണ്. വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, അല്ലാഹുവേ അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ വിശ്വാസികളെ കുറിച്ച് ഒരു ഗില്ലും നീ എന്റെ ഹൃദയത്തിൽ നീ നിക്ഷേപിക്കരുത്. ഗില്ലി എന്ന് പറഞ്ഞാൽ ഹിഖ്ദ്, ഗിഷ്, ഹസദ് എന്നൊക്കെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അഥവാ എന്റെ സഹോദരങ്ങളോട് പകയോ വിദ്വേഷമോ അവരോടുള്ള ശത്രുതയോ അവരോട് അസൂയയോ നീ എന്റെ ഹൃദയത്തിൽ നൽകരുത്. അങ്ങനെ എന്റെ ഹൃദയത്തെ നീ മലീമസമാക്കരുത്. അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ത്യാഗം ഇത് മാത്രമാണ്. നിങ്ങൾ വലിയ സാഹോദര്യം സ്ഥാപിക്കേണ്ടതില്ല. മുഹാജിറുകളും അൻസാറുകളുമായ നമ്മുടെ മുൻഗാമികൾ സ്ഥാപിച്ച ആ സാഹോദര്യത്തെ നശിപ്പിക്കാതെ നിലനിർത്താനുള്ള ചില പണികളാണ് നമ്മോട് ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുന്നത്. അതാണ് റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. ഗില്ലിൽ നിന്ന് എന്റെ ഹൃദയത്തെ മുക്തമാക്കണം. ഗില്ലിന്റെ മറ്റൊരർത്ഥം ശിദ്ദത്തുൽ അദാവ വ ശിദ്ദത്തുൽ ഹുബ്ബ് എന്നൊരു പണ്ഡിതൻ വിവരിക്കുന്നുണ്ട്. ശിദ്ദത്തുൽ അദാവ എന്ന് പറഞ്ഞാൽ അതികഠിനമായ ശത്രുത, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഒരാളോട് ശത്രുത, ഒരു വിഭാഗത്തോട് ശത്രുത, ആ പേര് കേൾക്കുമ്പോൾ തന്നെ, അവരെ കാണുമ്പോൾ തന്നെ അതികഠിനമായ ഒരുതരം ശത്രുത ഹൃദയത്തിൽ വരിക, അതാണ് ഗില്ല് എന്ന് പറഞ്ഞാൽ. അതല്ലെങ്കിൽ അതികഠിനമായ സ്നേഹം, അവരുടെ തെറ്റുകൾ പോലും ന്യായീകരിക്കുന്ന രൂപത്തിലൊരു സ്നേഹം, അതിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു മുഅ്മിന്റെ കണ്ണാടിയാണ്. ഒരു കണ്ണാടി ഏറ്റവും നല്ലതാകുന്നത് ഞാൻ മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് ആ കണ്ണാടിയെ മുന്നിൽ നിൽക്കുമ്പോൾ എന്നെ നല്ലവനായിട്ട് കാണിച്ചാൽ ആ കണ്ണാടി നല്ലതല്ല. കാരണം ആ മുഷിഞ്ഞ വസ്ത്രം നല്ലതാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങും, അവിടെ ഞാൻ എളിഭ്യനായിട്ട് മാറും. അതല്ലെങ്കിൽ ഞാനൊരു നല്ല വസ്ത്രവുമായിട്ട് ആ കണ്ണാടിയെ മുന്നിൽ നിൽക്കുമ്പോൾ എന്റെ ആ നല്ല വസ്ത്രത്തെ മോശമാക്കി കാണിക്കുന്നതും ഒരിക്കലും നല്ല കണ്ണാടിയല്ല. ഒരു നല്ല കണ്ണാടി, ഒരു കണ്ണാടി നല്ലതാകുന്നത് അത് അതിന്റെ ധർമ്മം പൂർത്തീകരിക്കുന്നത് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ എനിക്ക് കാണിച്ചു നിൽക്കുമ്പോഴാണ്. അപ്പൊ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മിർആത്തുൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന്റെ പോരായ്മകൾ കാണുമ്പോൾ, തിന്മകൾ കാണുമ്പോൾ, കുറവുകൾ കാണുമ്പോൾ അത് പരിഹരിച്ചു കൊടുക്കാൻ, അത് തിരുത്തി കൊടുക്കാൻ തയ്യാറാകണം. അങ്ങനെ തിരുത്തപ്പെടുമ്പോൾ അസ്വസ്ഥതകളില്ലാതെ അത് സ്വീകരിക്കാൻ ഒരാൾക്ക് തയ്യാറാകണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായിട്ട് മാറുക. ആ പ്രാർത്ഥന അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: റബ്ബന ഇന്നക റഊഫ് റഹീം, നമ്മുടെ രക്ഷിതാവേ നീ ഏറെ റഊഫും റഹീമുമാണ്, നീ ഏറെ റഅഫത്തുള്ളവനാണ്. റഅഫത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഒരു പ്രയാസം നീക്കുന്നവനാണ് റഊഫ് എന്ന് പറഞ്ഞാൽ. അള്ളാഹു റഊഫ് ആകുന്നത് മറ്റൊരാൾക്കും മനസ്സിലാകാത്ത നമ്മുടെ വേദന, മറ്റൊരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത നമ്മുടെ പ്രയാസം, അത് ഏറ്റവും നന്നായി മനസ്സിലാക്കിക്കൊണ്ട് അത് ദൂരീകരിച്ചു തരാൻ കഴിവുള്ളവൻ എന്നതാണ് റഊഫ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ റഅഫത്ത് തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ അവർക്ക് കഴിയണം, മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള വിശാല മനസ്കത അവർ കാണിക്കണം. അതാണ് അൻസാരികളായ സഹാബാക്കൾ കാണിച്ചത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോഴാണ് സത്യത്തിൽ യഥാർത്ഥ രൂപത്തിലുള്ള ഒരു ഐക്യം നമ്മൾ സാധ്യമാകുക. അതല്ലെങ്കിൽ എല്ലാം ഒരു കാട്ടിക്കൂട്ടലുകൾ മാത്രമാകും. നമ്മൾ പലപ്പോഴും ഐക്യത്തിന്റെ പല രൂപങ്ങൾക്ക് വലിയ വലിയ പ്രാധാന്യത നൽകാറുണ്ട്. നമ്മൾ ഒന്നിച്ച് നമസ്കരിക്കുന്നു, ഒന്നിച്ച് നോമ്പെടുക്കുന്നു, ഒന്നിച്ച് ആഘോഷിക്കുന്നു. ഇതെല്ലാം ഐക്യത്തിന്റെ ചില രൂപങ്ങൾ മാത്രമാണ്. അതൊരിക്കലും ഐക്യമല്ല. സത്യത്തിൽ ഐക്യം എന്ന് പറയുന്നത് അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ഇടയിലുണ്ടായ, അതിനുശേഷം വരുന്ന ആളുകൾ കാത്തു സൂക്ഷിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ച ആ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള നിഷ്കളങ്കമായ സ്നേഹവും പരിഗണനയും ഗുണകാംക്ഷയും, അതാണ് വിശ്വാസികളോട് നമുക്കുണ്ടാകേണ്ടത്. നിഷ്കളങ്കമായ സ്നേഹം, രഹസ്യമായ ഒളി അജണ്ടകൾ വെച്ചുകൊണ്ടുള്ള പുഞ്ചിരികളും ആർത്ഥത്തിലുള്ള അജണ്ടകൾക്ക് വേണ്ടിയുള്ള സൗഹാർദ്ദം സ്ഥാപിക്കലുമല്ല. നിഷ്കളങ്കമായ രൂപത്തിൽ ഒരാളോട് സൗഹാർദ്ദം സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം. നിഷ്കളങ്കമായ രൂപത്തിൽ ആളുകളുമായി സംവദിക്കാനും സംസാരിക്കാനും നമുക്ക് കഴിയണം. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമുക്കൊരു പ്രയാസം വന്നു, ഒരു ദിവസം ഒരു രാത്രി നമുക്ക് ഭയങ്കര പ്രയാസം വരാണ്. അപ്പൊ എത്ര ആളുകളുടെ മുഖമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരാം? ഏത് സമയത്തും വിളിച്ചാൽ എന്നെ കേൾക്കുന്ന, ഞാൻ എന്ത് കാര്യങ്ങളും പറഞ്ഞാൽ അത് എനിക്ക് വിശ്വസിച്ച് പറയാൻ പറ്റുന്ന, മറ്റുള്ളവരോട് പറയാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ
മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സംസാര വിഷയമായിട്ട് ഞാൻ മാറാതെ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുള്ള എത്ര ആളുകൾ നമ്മുടെ സഹോദരങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ വിരലിലുണ്ടാകും 1-2 ആളുകൾ മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് വരാ, അതിലൊരു ആരും നമ്മുടെ മനസ്സിലേക്ക് വരൂല. ആ അർത്ഥത്തിൽ നിഷ്കളങ്കമായ സൗഹാർദ്ദവും സ്നേഹവും നമുക്കിന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കമായി ഏതർത്ഥത്തിലും പരസ്പരം വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ, പരസ്പരം വിശ്വസിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള സൗഹാർദ്ദവും ആ അർത്ഥത്തിലുള്ള ആ സാഹോദര്യ ബന്ധവും പരസ്പരം ഉണ്ടായിരിക്കുന്ന ആളുകളാണ് സത്യത്തിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളായി മാറാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും, അഭിപ്രായ വ്യത്യാസങ്ങളാകട്ടെ, കൾച്ചറൽ വ്യത്യാസം ഉണ്ടാകട്ടെ, ഏത് വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാലും പരസ്പരം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടത്. നമുക്കറിയാം, അൻസാറുകളുടെയും മുഹാജിറുടെയും ഉദാഹരണം പറയും. നമ്മളത് പഠിക്കാൻ ശ്രമിക്കുക. ആ വിഷയം പല കാര്യങ്ങളിലും അവർ വ്യത്യസ്തരായിരുന്നു. അവരുടെ പ്രകൃതി വ്യത്യസ്തമാണ്, അവരുടെ ഭക്ഷണ രീതി വ്യത്യസ്തമായിരുന്നു, പല മേഖലകളിലും അവർ വ്യത്യസ്തരായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത്, അൻസാരികളായ സ്ത്രീകൾ, ഞങ്ങളുടെ സ്ത്രീകൾ നേരെ വ്യത്യസ്തരാണ്, അവരേറെ സംസാരപ്രിയരാണ്, അവർ പൊതുവേദികളിൽ സംസാരിക്കുന്നവരാണ്, അവർ തങ്ങളുടെ പുരുഷന്മാർക്കിടയിൽ വലിയ സ്വാധീനതയുള്ള ആളുകളാണ് അൻസാരികളായ സ്ത്രീകൾ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രശംസിക്കുകയാണ് ചെയ്തത്. അവരുടെ ഒരു പ്രകൃതമാണ്, അതിനെ ഉൾക്കൊള്ളണം എന്നാണ് മുഹാജിറുകളായ സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശം. ഈ രൂപത്തിൽ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട്, പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ആ ഹൃദയവിശാലതയോടുകൂടി ജീവിക്കാൻ സാധിക്കുമ്പോഴാണ്, നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ സ്വഭാവങ്ങൾ കാണിക്കാൻ കഴിയുമ്പോഴാണ് ഹിജ്റയുടെ യഥാർത്ഥ പാഠങ്ങൾ നാം ഉൾക്കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ യഥാർത്ഥ ഐക്യത്തിന്റെ വക്താക്കളായി, സൗഹാർദ്ദത്തിന്റെ വക്താക്കളായി, സഹോദര്യത്തിന്റെ വക്താക്കളായി അല്ലാഹു നാം ഏവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.